ഹലോ എവറി വൺ, കൊളംബിയ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് EV ചാർജിംഗ് സ്റ്റേഷൻ ആൻഡ് സോളാർ പാനൽസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയുടെ അടുത്തുള്ള നെട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കറക്റ്റ് ഒരു സ്ഥലം പറയുകയാണെങ്കിൽ നെട്ടൂർ മാടവന റോട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ മൂന്നുകൂട്ടങ്ങൾ എന്ന വീട്ടിൽ മിസ്റ്റർ ബിനോദ് സ്റ്റീഫൻ്റെ വീട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. കൊളംബിയ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇവിടെ 3 കിലോവാട്ടിൻ്റെ ഹാവൽസിൻ്റെ ഓൺ ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ടൗൺ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ റൂഫ് ടോപ്പിൻ്റെ മുകളിൽ കസ്റ്റമൈസ്ഡ് സ്ട്രക്ചറൽ വർക്ക് ചെയ്തിട്ടാണ്. കാരണം നിങ്ങൾ ഈ വീട് കാണുമ്പോൾ തന്നെ അറിയാം, 2 നില വീടാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ സ്ട്രക്ചറൽ വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ പാനൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ 3 കുട്ടികളും ഭാര്യ, അമ്മ എല്ലാവരും കൂടിയിട്ട് 5-6 പേര് താമസിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുള്ളപ്പോൾ തന്നെ നമുക്ക് കൂടുതൽ പ്രിക്കോഷൻസ് എടുക്കണം. അത് വേനൽക്കാലമാണെങ്കിൽ ഈസി, പിന്നെ കുട്ടികൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരായതുകൊണ്ട് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള എളുപ്പവഴിക്കുള്ള ഇലക്ട്രോണിക് കാര്യങ്ങൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് കറണ്ട് ബില്ല് കൂടുന്നുണ്ട്. അതിനനുസരിച്ച് അദ്ദേഹത്തിന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഓരോ മാസം കൂടുന്തോറും, പ്രത്യേകിച്ച് വേനൽക്കാലമൊക്കെ ആകുമ്പോൾ കറണ്ട് ബില്ല് കൂടുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു പേടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കൊളംബിയ ലാബിനെ സമീപിക്കുന്നതും നമ്മളിവിടെ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതും. ഇപ്പോൾ ടോട്ടലി ഒരു ഫിയർലെസ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് ഇവിടെ ഉള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്, അദ്ദേഹത്തിൻ്റെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. എൻ്റെ പേര് ബിനോദ് സ്റ്റീഫൻ എന്നാണ്. ഞാൻ നെട്ടൂരാണ് സ്വദേശം. നമ്മുടെ വീട്ടിലിപ്പോൾ സോളാർ വെച്ചിരിക്കുന്നൊരു 3 കിലോവാട്ടിൻ്റെയാണ്. ഇപ്പോൾ സോളാർ വെക്കാനുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ ഒരു 6 മെമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ അതിൽ 3 പേരും കുട്ടികളാണ്. അവർക്ക് 3 റൂമിലും അവർക്ക് ഗീസർ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 5,000 അബോവ് ഇലക്ട്രിസിറ്റി ബില്ല് ഓരോ മാസം വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു സോളാർ പാനലിലേക്ക് മൂവ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പം അങ്ങനെയാണ് നമ്മളുടെ ഒരു കസിൻ വഴിയാണ് കൊളംബിയ ലാബിനെ നമ്മൾ പരിചയപ്പെടുന്നതും സോളാർ വെക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. കൊളംബിയ ലാബിൻ്റെ കൊട്ടേഷൻ കിട്ടിയതിന് ശേഷം തന്നെ നമ്മൾ ഒരു 2 കൊട്ടേഷൻ കൂടി നമ്മൾ വേറെ എടുത്തിരുന്നു. കാരണം നമ്മളൊന്ന് കമ്പയർ ചെയ്തിട്ട് ഏതാണ് ബെറ്റർ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ കൊളംബിയറിലേക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്യണത്. കാരണം ബെസ്റ്റ് ഓപ്ഷൻ കൊളംബിയറായിട്ട് തന്നെ തോന്നാനുള്ള മെയിൻ റീസൺ അവരുടെ സോളാർ പാനൽസ് എല്ലാം ബ്രാൻഡഡ് ഐറ്റം ആയിരുന്നു. അതായത് ഹാവൽസിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള സോളാർ പാനലായിരുന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ ഒരു ഓപ്ഷനിലേക്ക് സ്റ്റിക്ക് ചെയ്തത്. പാനൽ ഇൻസ്റ്റാളേഷൻ്റെ ബിഗിനിങ് സ്റ്റേജ് മുതൽ, അതായത് നമ്മളുടെ ഡോക്യുമെൻറ്റേഷൻ മുതൽ പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഒന്നാമത്തെ കേസ്, നമ്മൾ KCBയിൽ കുറേ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ കൊളംബിയ ലാബിലെ സ്റ്റാഫുകൾ വന്ന് നമ്മളുടെ ടൈമിങ്ങിൽ, അതായത് നമ്മൾ എപ്പോഴാണോ ഫ്രീ ആയിട്ടുള്ള സമയം ആ സമയത്ത് വന്ന് ഡോക്യുമെൻറ്റേഷനിലെല്ലാം സൈൻ ചെയ്യിപ്പിച്ച് പോവുകയും, അതുപോലെ തന്നെ ലോൺ എടുത്തിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. അപ്പോൾ എൻ്റെ SBI അക്കൗണ്ടിൽ തന്നെ, ആ അക്കൗണ്ടിൽ തന്നെ നമ്മൾ വേറെ ബുദ്ധിമുട്ടൊന്നും കൂടാതെ അവർ തന്നെ എല്ലാം ഇനീഷ്യേറ്റീവ് എടുത്ത് ലോൺ എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നീക്കിയത് അവർ തന്നെയായിരുന്നു. അപ്പോൾ സോളാറിൽ ലോൺ എടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ തന്നെ പലരും പറഞ്ഞൊരു കാര്യം, കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ആ രീതിയിലാണ് സംസാരിച്ചത്. എന്നാൽ ഇവിടുത്തെ സ്റ്റാഫ് വന്ന് സംസാരിക്കുകയും അത് വളരെ ഈസി ആയിട്ട്, അതായത് നമ്മളൊരു സിഗ്നേച്ചർ ഇടേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതായത് ഈവൻ നമ്മൾ ബാങ്കിൽ പോകേണ്ട ഒരു അവസ്ഥ വരും നമ്മൾ ഉണ്ടായിട്ടില്ല. അവർ വീട്ടിൽ വന്ന് എല്ലാ പ്രോസസ്സും ചെയ്തു തന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ, ലോൺ എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് തോന്നുന്ന കസ്റ്റമേഴ്സിന് കൊളംബിയ ലാബ് ഹെൽപ്ഫുള്ളായിരിക്കും. കൊളംബിയ ലാബിൻ്റെ പാനൽ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്ട്രക്ചറൽ വർക്ക് ചെയ്തത് അത് ഏകദേശം ഒരു 1-1.5 ദിവസം മാത്രം ആണ് എടുത്തത്. വളരെ പ്രൊഫഷണലായിട്ടുള്ള കൊളംബിയ ലാബിലെ സ്റ്റാഫാണ് ഉണ്ടായിരുന്നത്. ഈവൻ അവരുടെ
നമ്മളെ റൂഫിൻ്റെ മേളിൽ വെച്ചിരിക്കുന്ന ആ ഒരു ലീക്ക് പ്രൂഫിങ് വരെയും അത്രയും പ്രൊഫഷണലായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിലൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചതാണ്, നമ്മൾ സ്ട്രക്ചർ വെച്ചതിന് ശേഷം അത് റൂഫ് ലീക്ക് ആവുമോ. അപ്പോൾ അതുവരെയും വളരെ പെർഫെക്റ്റായിട്ട് വളരെ പ്രൊഫഷണലായിട്ടാണ് അവർക്ക് ചെയ്തിട്ടുള്ളത്. സോളാർ വെക്കുന്നതിന് മുമ്പ് ഏകദേശം ഒരു 5,000 എബോവ് ഇലക്ട്രിസിറ്റി ബില്ല് ഉണ്ടായിരുന്നു. സോളാർ വെച്ചതിന് ശേഷം നമ്മൾ വെച്ചതിൻ്റെ ഉദ്ദേശം കുട്ടികളുടെ റൂമിലൊക്കെ ഒരു AC വെക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. അപ്പോൾ KCB ബില്ല് കൂടുതൽ നമ്മുടെ ബഡ്ജറ്റിനെ ബാധിക്കാണ്ടിരിക്കാനാണ് നമ്മൾ സോളാർ വെച്ചത് തന്നെ. അപ്പോൾ അഡീഷണലായിട്ട് നമ്മളൊരു AC വെക്കുകയും ഇൻഡക്ഷൻ വെച്ചത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 20-21 ദിവസം കൊണ്ട് ഒരു LPG സിലിണ്ടർ തീർന്നിരുന്നത് ഇന്നിപ്പോൾ ഒരു 40 ദിവസം വരെയും നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ചിട്ട് പോലും നമ്മളുടെ ഇലക്ട്രിസിറ്റി ബില്ലിൽ ഇപ്പോൾ വരുന്നത് വെറും ഫിക്സഡ് ചാർജസ് മാത്രം. അതായത് എനർജി ചാർജസ് ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല, നമ്മുടെ ബഡ്ജറ്റിനെയും ബാധിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സോളാറിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് അനിവാര്യമായ ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ബെസ്റ്റ് ഓപ്ഷൻ കൊളംബിയർ ലാബാണെന്ന് കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ 3 കിലോവാട്ട് വെക്കുകയാണെങ്കിലും 5 കിലോവാട്ട് വെക്കുകയാണെങ്കിലും ഒക്കെ ഒരു ഫിക്സഡ് റേറ്റ് ഉണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് ആ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് എന്താ വെച്ചാൽ നമ്മൾ റൂഫ് ടോപ്പിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫേസിൽ വെക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു റേറ്റ് പാക്കേജ് കൃത്യമായിട്ട് പറയുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഇതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വർക്ക് വരുമ്പോൾ ചിലപ്പോൾ 2 നിലയുടെ മുകളിൽ അല്ലെങ്കിൽ 3 നിലയുടെ മുകളിൽ അതും അല്ലെങ്കിൽ ഷീറ്റ് ഇട്ടതിൻ്റെ മുകളിലൊക്കെ നമ്മൾ വെക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് സ്ട്രക്ചറൽ വർക്ക് ചെയ്യേണ്ടി വരും സ്പെഷ്യലായിട്ട്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്. പക്ഷേ നമ്മൾ വെക്കുന്ന പാനലിൻ്റെ ബ്രാൻഡിൻ്റെ പേര് ഒന്ന് മാത്രം മതി, ഹാവൽസ് എന്ന പേര് മാത്രം മതി, ആർക്കും ഒരു സംശയം തോന്നേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ സർവീസിൻ്റെ കാര്യങ്ങളായാലും ഇപ്പോൾ നമ്മുടെ ബിനോദ് സാർ പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ അവരവരുടെ ആ ഒരു ടെൻഷൻ ഉണ്ടാവും ഓരോ സമയത്തും. കാരണം നമ്മളെല്ലാവരും ഒരുപാട് സോളാർ വെച്ചിട്ടുള്ള പരിചയമുള്ള ആൾക്കാരൊന്നും ആവില്ല. അവരവരുടെ വീട്ടിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത് മാത്രമല്ല, ഇതൊരു 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 2 വർഷത്തേക്കോ വേണ്ടിയിട്ടുള്ളതല്ല, ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എല്ലാവരുടെയും ഒരു ഫാമിലിയുടെ ഫിനാൻഷ്യൽ ബഡ്ജറ്റിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ബിനോദ് സാർ പറഞ്ഞതനുസരിച്ച് ലോൺ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് ടെക്നിക്കൽ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നും നിങ്ങൾ കേട്ടോന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൺസൾട്ടേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ EV ചാർജറിൻ്റെയോ സോളാറിൻ്റെയോ ഇൻസ്റ്റലേഷൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതും അല്ലെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് എത്ര വരും, ഇത് എത്രത്തോളം പ്രോഫിറ്റബിൾ ആണ്, ROI എപ്പോൾ കിട്ടും, ഇതെപ്പോൾ ബ്രേക്ക് ഈവൻ എത്തും എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലേ. നമ്മളെല്ലാവരും ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നത്. ചില കസ്റ്റമേഴ്സ് നമ്മൾ വന്നിട്ട് പറയും, ഞങ്ങളിത് കുറച്ചായിട്ട് ഞങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഇതുവഴി ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ മനസ്സിലായി, അപ്പോൾ നിങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ളവർക്കും എല്ലാവർക്കും ടെക്നിക്കൽ സപ്പോർട്ട് ആയാലും നിങ്ങളുടെ ഒരു ബിസിനസ് സംരംഭത്തിന് ഒരു പിന്താങ്ങാവാനും ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. നമുക്ക് എന്തായാലും ഇനി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം.